ലാസ്റ്റ് എക്സാമാണ്, അതിൻ്റെ ഒരു വെയിറ്റിംഗ് ആണ് കേട്ടോ. അല്ലാണ്ട് എക്സാമിന് പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്ന് ആർമാദിക്കാൻ. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഫ്രഷ് ആവണം, എന്നിട്ട് കോളേജിൽ പോകണം. അപ്പോൾ കോളേജിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ ബസ് ഇറങ്ങി കോളേജിലൊക്കെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് സുരേഷ് ചേട്ടനെ കാണാം കേട്ടോ. ഞങ്ങളുടെ സുരേഷ് ചേട്ടൻ ഇതാണ്. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് 5th സെമ്മാണ്. എക്സാമും അതേപോലെ 5th സെമ്മിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. എന്താ ചിത്രം പറയാനുള്ളത്? എനിക്ക് സന്തോഷം. പിന്നെ ഒന്നും പഠിച്ചിട്ടില്ല ഗൈസ്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ലാസ്റ്റ് എക്സാമിൽ ആരും പഠിക്കില്ല, അതേപോലെ ഞങ്ങളും പഠിച്ചില്ല. എന്നെ കൊണ്ടുപോണ്ട് ഇവർ ഇന്ന് സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഇവിടെ കൊണ്ടുപോകാൻ ഇവർ വരില്ല പറഞ്ഞതാണ്. ഞാനും മാളും ഷാരും അവള് തന്നെ അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഞങ്ങൾ എക്സാമിന് പോവാണ് ഗൈസ്, എക്സാമിന് പോവാണ്. അയ്യോ. അപ്പോൾ ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളുടെ എക്സാം കംപ്ലീറ്റഡ്. ഞങ്ങളുടെ ലാസ്റ്റ് എക്സാം കംപ്ലീറ്റ്. ഇതുവരെ എങ്ങനെയോ എഴുതി, ആരൊക്കെയോ നോക്കി, എങ്ങനെയൊക്കെയോ പാസ്സായി. അപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ ആർട്സ് ബ്ലോക്കിലാണ് ഞങ്ങൾ നിൽക്കണം. ഞങ്ങൾ സയൻസ് ബ്ലോക്കിലാണ്, ആർട്സ് ബ്ലോക്കിലാണ് ഞങ്ങൾക്ക് എക്സാം. ഞാൻ കാണിച്ചു തരാം, അവിടുത്തെ വ്യൂ കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. പിന്നെ അവിടെ നേരെ കാണുന്ന ആ ചോപ്പ ബിൽഡിംഗ് അല്ല, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു വലിയ ബിൽഡിംഗ്, അതാണ് ഞങ്ങളുടെ ബ്ലോക്ക്. നമ്മുടെ 5th സെമ്മ് കഥ. ഇനിയുള്ളത് ഒരു സംഭവമാണ്, ലാസ്റ്റ് സംഭവമാണ് 6th സെമ്മ്. എന്തായാലും അടിച്ചു കൊടുക്കും. അറിയൊന്നും വേണ്ട. അയ്യോ എനിക്ക് സന്തോഷമുണ്ടോ? അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയണ എക്സാമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര മിസ്സിങ് ഫീൽ ആയിരിക്കും എന്നൊക്കെ പറയാം. പക്ഷേ ഇവരുടെ കാര്യമില്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ മൊത്തത്തിലുള്ള ഒരു അക്കാദമിക് ഇയറിൻ്റെ കാര്യം ഞാൻ പറയണത്. കുറേയധികം ശരിക്കും അറിയുള്ളൂ. കോളേജല്ല, ഇവരെ ഞാൻ മിസ് ചെയ്യുക ഉറപ്പില്ല. അപ്പോൾ അവർ സിനിമയ്ക്ക് പോവാണ്. ഞാൻ വീട്ടിലെത്തി ബിഗ് ബോസ് പ്ലസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി മോമോസിനുള്ള മാവ് കുഴയ്ക്കാന്നുള്ളതാണ്. കുഴച്ച് കയ്യിൻ്റെ ഞരമ്പൊക്കെ വേനെടുത്ത് തുടങ്ങി. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അങ്ങനെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അവർക്ക് ഉറങ്ങാൻ പോകണം. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കുകയായിരുന്നു. അടുത്തതായി എൻ്റെ ക്രേവിങ്സിനൊരു ശമനം എന്ന രീതിക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മോ, ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആശ്വാസം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു മോമോസ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ മോമോസ് ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, കാണുന്നവരുടെ അഭിപ്രായത്തിൽ, PR അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ അടുത്ത സുഹൃത്തുക്കളോ ആരുമല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്. എനിക്കറിയാം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ കുറേ കമൻറ്റുകൾ ഇങ്ങനെ കിടിങ് എന്ന് വരുന്നു. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു പോസ്റ്റ് എന്ന് പറയണത്, ഞാൻ ഇപ്പോൾ കണ്ടൊരു പോസ്റ്റാണ്, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യണതല്ല, ജസ്റ്റ് ഒരു പോസ്റ്റിൻ്റെ ഒരു ഇതിലാണ് പറയണത്. ഞാനിപ്പോൾ കണ്ടത് അരവിന്ദ്, നമ്മുടെ സിംഗർ. അപ്പോൾ ആളുടെ ഒരു പോസ്റ്റ് ഇങ്ങനെ, ആളുടെ ഒരു ഫ്രണ്ടാണ് അക്ബർ. അപ്പോൾ ആളുടെ ഒരു സിമ്പിൾ ഒരു ഹമ്പിളായിട്ട് റിക്വസ്റ്റാണ് വോട്ട് ചെയ്യണം എന്ന്.
പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ആരെയും പ്രവോക്ക് ചെയ്യാനോ ആരെയും ഇതാക്കാനൊന്നുമല്ല, ജസ്റ്റ് ആളുടെ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ആളിട്ട ഒരു പോസ്റ്റാണ്. അപ്പം താഴെ ഇങ്ങനെ ഒരു ഹാഫ് അവറായി ഉണ്ടാവില്ല, താഴെ വരുന്ന കമൻറ്റ് കണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാ അതിൽ പറയണത്, ശരിക്കും ഇവർക്ക് എന്താ വേണ്ടത്? അക്ബറിനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നവരുടെ കമൻറ്റിൽ വരെ, കമൻറ്റ് സെക്ഷനിൽ വരെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കുറേ കമൻറ്റ്സ് ശരിക്കും നാണക്കേടാണ് കേട്ടോ അതൊക്കെ. അപ്പം ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡ് ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു വ്യക്തിയുടെ, അതും വ്യക്തിയുടെ വീട്ടുകാരെ മാത്രമല്ല, ഫ്രണ്ട്സിനെയും ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും കിടന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒന്നൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ഇമ്പാക്റ്റ് എന്താ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് ഇതിനൊരു പ്രശ്നം വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. നിങ്ങളുണ്ടെന്നുള്ളൊരു ബലത്തിൽ പല മണ്ടത്തരങ്ങളും പല ആൾക്കാരും അതിനുള്ളിൽ ചെയ്തു കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് ആരാന്ന് ഞാനിത് പേര് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളും കാണുന്നതാണ്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാത്രമല്ല ഷോ കാണുന്നത്, ഞങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണ കുറച്ച് കാര്യങ്ങൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ എന്താ പറഞ്ഞത് ഇപ്പോൾ എന്ന് വരെ തോന്നിപ്പോവും. എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് PR ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതിനി എന്തൊക്കെ അല്ലാന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇനി PR ഉള്ളതൊരു പ്രശ്നമുള്ള കാര്യമല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് PRനെ കുറ്റമോ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ. PR ഉണ്ട് എനിക്ക് PR ഉണ്ട് എന്നിങ്ങനെ കൊട്ടി ഘോഷിക്കുമ്പോഴാണുള്ളൊരു പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നമില്ല. ഫസ്റ്റ് ഡേ തൊട്ട് ഇത്രയും ദിവസമായിട്ടും PR പണി നിർത്താത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായി ആർക്കാ PR ഉള്ളതെന്ന്. അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, നമ്മൾ ചോദിക്കും കൂടിയില്ല. ഓക്കെ അവർക്ക് PR ഉണ്ട്, ഓക്കെ കുഴപ്പമില്ല, നമ്മളങ്ങോട്ട് വിടും. ഇതറിയിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ അരങ്ങേറുന്നതുകൊണ്ട് ബിഗ് ബോസ് കാണാനുള്ള ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി. പക്ഷേ ഇത് നോക്കും, ഈ ഒരു സീസൺ നോക്കും, എന്തൊക്കെയാണ് ഈ ആഴ്ചയിൽ നടക്കാൻ പോകണമെന്നുള്ളതൊക്കെ നോക്കും, അത്ര തന്നെ. അപ്പോൾ ആര് കപ്പടിച്ചാലും കപ്പടിക്കട്ടെ, നല്ലൊരു കാര്യം. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.